നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രാവിലെ തന്നെ എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും കിരീട്ടം ഗോപാലിനെ ക്ഷണിച്ചത് ശരിയായില്ല. എന്ത് സംഭവിച്ചാലും ശരി, ഞാനും എന്റെ കുടുംബവും കല്യാണത്തിനുണ്ടാവും. അനിതയ്ക്കറിയാമോ, ഈ മഞ്ജുവിന്റെയും ഗിരിയുടെയും കല്യാണം മുന്നിൽ നിന്ന് നടത്തിക്കൊടുത്തത് ഞാനാ. അതെ അതെ, മഞ്ജുവിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നാ ഗോപാൽജി ചടങ്ങെല്ലാം നടത്തിയത്. ആണോ? ആ, ഇത്രയും വലിയ ഉപകാരം ചെയ്ത ഒരാൾക്കെതിരെയാണോ മഞ്ജു ഇങ്ങനെ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നത്? ഗോപാൽജി ആയതുകൊണ്ടാ മഞ്ജുവിനോട് ഇത്ര ക്ഷമ കാണിക്കുന്നത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ. ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ഫ്രാൻസിസേ. അല്ല പിന്നെ, നമ്മൾ തമ്മില് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ വരുമ്പോ ശത്രുതയെല്ലാം മറന്ന് സന്തോഷത്തോടെ അതിൽ പങ്കുചേരുന്ന അതിന്റെ ഒരു ശരി. അതുകൊണ്ട് എന്നോടും എന്റെ മക്കളോടും നീ കാണിച്ച തെറ്റുകളെല്ലാം ക്ഷമിച്ച് ഞാൻ കല്യാണത്തിന് കൂടാനങ്ങ് തീരുമാനിച്ചു. നീ തീരുമാനിച്ചോ? എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് ആരൊക്കെ വരണമെന്ന് ഞാൻ തീരുമാനിക്കും. മഞ്ജു, നീ ആരോട് സംസാരിക്കുന്നത് അറിയോ? നന്നായിട്ടറിയാം. ചാരായം വിറ്റ് 4 കാശുണ്ടാക്കിയപ്പോ നിന്നെ എല്ലാവരും ബഹുമാനിക്കും നീ കരുതിയോ? നീ അന്നും ഇന്നും നാട്ടുകാരുടെ മുമ്പില് കാശിന് വേണ്ടി എന്ത് നാറിയ കളിയും കളിക്കുന്ന വെറും 3rd റേറ്റ് ക്രിമിനൽ മാത്രമാണ്. എന്റെ അച്ഛൻ എല്ലാവരെയും ബഹുമാനിച്ചിരുന്ന സത്യസന്ധനായ ഒരു പോലീസുകാരനാ. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വരാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. നീ ഞങ്ങളുടെ അച്ഛനെ കൊന്നവനാ. കല്യാണം നടക്കുന്നതിന്റെ പരിസരത്ത് തന്നെയോ തന്റെ കുടുംബത്തെയോ ഞാൻ കണ്ടാ പട്ടിയെ തല്ലുന്ന പോലെ ഞാൻ അടിച്ചോടിക്കും. എന്നെ തൊടാനുള്ള ധൈര്യം നിനക്കുണ്ടോ കൊച്ചേ? ഞാൻ മാധവന്റെ മകളാ. പറഞ്ഞതുപോലെ ചെയ്യും. വിശ്വാസമില്ലെങ്കിലേ നീ കല്യാണത്തിനൊന്ന് വന്നു നോക്ക്. എടാ, ഫോൺ എടുക്കാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. വീട്ടിലേക്ക് പോയാ ഈ വിഷയത്തെ കുറിച്ച് മഞ്ജുവോട് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അത് തന്നെ എന്റെയും പേടി. അയ്യോ, ചറ പറയാന്ന് വിളിക്കുക. മഞ്ജുവിന് മനസമാധാനം കൊടുക്കില്ലെന്ന് നീ എന്തെങ്കിലും നേർച്ച നടന്നിട്ടുണ്ടോ? എടാ, ഒന്ന് കഴിഞ്ഞാൽ നീ അടുത്തതൊന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഇക്കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? എടാ, ഗോപാൽജിയെ കല്യാണത്തിന് ക്ഷണിക്കരുതെന്ന് മഞ്ജു നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ? പിന്നെ നീ എന്തിനാ അയാളെ വിളിക്കാൻ പോയത്? അതിന് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചില്ലല്ലോ. പിന്നെ ഗോപാൽജി സ്വയം വരാന്ന് പറയുകയായിരുന്നു. ഇങ്ങോട്ട് കല്യാണത്തിന് എന്തായാലും വരാന്ന് പറയുന്ന ഒരാളോട് നിങ്ങൾ വരരുത്, അതെനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറയാൻ പറ്റുമോ? അത് മര്യാദ കേടാവില്ലേ? അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. മിടുക്കൻ. മിണ്ടാതെ പോന്നാലേ മൊത്തം സോൾവ് ആവുമല്ലോ. എടാ, മഞ്ജുവിന്റെ വിശ്വാസം അവളുടെ അച്ഛനെ കൊന്ന ആളാ ഈ ഗോപാലൻ എന്നാ. അങ്ങനെ ഒരാളെ അവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് കാണണ്ടെന്ന് അവളെ തീരുമാനിക്കുന്നതിൽ ഒരു ന്യായമില്ലടാ. അവളുടെ ഭാഗത്ത് ന്യായമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മേ. ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെ തലയൂരുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇതിൽ ചെയ്യാൻ വേറൊന്നുമില്ല. ഗോപാലിനോട് കല്യാണത്തിന് വരണ്ടെന്ന് പറ. അയ്യേ, അത് ഞാൻ എങ്ങനെ പറയും? വാ കൊണ്ട് പറയണം. അല്ല പിന്നെ. എടാ, നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കില് ഞാൻ പറയാടാ. ഇത് എന്റെ കല്യാണമല്ലേ, ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. അത് കലക്കും. അതാവുമ്പോ ഗോപാൽജി വരികയില്ല, എന്നോട് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവില്ല. അതിനെ വരണ്ടെന്ന് പറയുമ്പോ കുറച്ച് ബഹുമാനത്തോടൊക്കെ പറയണേ. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണെന്ന തരത്തിലൊക്കെ ഒന്ന് അവതരിപ്പിച്ചാ മതി. വെറുതെ എന്തിനാ അദ്ദേഹത്തെ പിണക്കുന്നത്? ഒന്ന് പോടാ. അയാൾക്ക് ദേഷ്യം വന്നല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനേ എങ്ങനെയെങ്കിലും വിഷയം അവതരിപ്പിച്ചോളാം. നീയേ മഞ്ജുവിന്റെ അടുത്ത് എന്താ നടന്നെന്ന് പറഞ്ഞ് ആദ്യം തടിയൂരാൻ നോക്കി. പിന്നെ അവളെങ്ങാനും ദേഷ്യപ്പെടുവാണെങ്കിൽ എല്ലാം സഹിച്ചു നിന്നോണം. കഴിഞ്ഞ തവണത്തെ പോലെ പ്രതികരിക്കാൻ നിന്നാലേ നിന്നെ ഞാൻ വീട്ടിൽ കയറി തല്ലും. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ.
തെറ്റ് എന്റെ ഭാഗത്താണെന്ന് എനിക്കറിയാലോ. അവള് തല്ലിയാലും ഞാൻ നിന്ന് കൊണ്ടോളാം. അതുപോരെ? ഓ ശരി, എന്നാലേ വേഗം വീട്ടിൽ ചെന്ന് തല്ലുകൊണ്ടോ. ആ, ഗൗരമ്മേ. പോടാ. പോട്ടോടാ. എന്നാ ഇത് കൂടെ കൊണ്ടേക്കോ, പോയി കൊണ്ടോ. കല്യാണത്തിന് മുമ്പേ പുലി പോലെ നടന്ന ചേക്കനാ ഇപ്പൊ ഭാര്യയെ പേടിച്ചേ വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. അല്ലമ്മേ, ആ, ഈ കല്യാണം കഴിഞ്ഞാലേ എല്ലാ ഭർത്താക്കന്മാരുടെ അവസ്ഥയും ഇതുപോലെയാവോ? എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, പക്ഷേ മഹിമയോട് മോശമായിട്ട് പെരുമാറിയ നിന്റെ കാര്യം ഇതില് കഷ്ടമായിരിക്കും. ഹേയ്, മഹിമ എന്നോട് അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ മഹിമയുടെ കാര്യം അല്ല പറഞ്ഞത്. അവളെ ബുദ്ധിമുട്ടിച്ച നിന്നെ തല്ലുന്നത് ഞാനായിരിക്കും. എന്റെ കാര്യത്തിലൊരു തീരുമാനമാവുന്ന തോന്നണേ. ദൈവമേ, ഞാൻ എപ്പോഴും പറയണ പോലെ എന്നെ കാത്തോണേ. നമ്മൾ ഗോപാൽജിയെ വിളിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടും ഗിരിയേട്ടൻ എന്തിനാ അയാളെ വിളിച്ചത്? നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഗിരിയേട്ടനും ഗോപാൽജിയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ കഴിയില്ല. ഉണ്ടച്ചോറിന് നന്ദി കാണിക്കുന്ന കുടുംബക്കാരാ ഞങ്ങള്. ഓ, അതുകൊണ്ടായിരിക്കും ചേട്ടനെ കൊല്ലാൻ നോക്കിയവനെ തന്നെ തെരഞ്ഞു പിടിച്ച് പ്രേമിച്ചത്.